T3 എന്ന് പറഞ്ഞ ഫോൺ 2 മാസമായിട്ടുള്ളൂ ഇറങ്ങി. 2 മാസം 10 മാസം വാറണ്ടി ഉള്ളതാണ്. ഇതിന് ആണെങ്കിൽ 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് ആണ് ഇപ്പോൾ 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ നമുക്ക് 5000 6000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 2000 രൂപൻ്റെ ഐഫോൺ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ തിരൂർ ഗൾഫ് മാർക്കറ്റ്, മൊബൈൽ മാർക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മാർക്കറ്റിലേക്കാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായാലും യൂസർ മൊബൈൽസ് ആയാലും നമ്മളെ ഫ്രഷ് മൊബൈൽസ് ആയാലും മൊബൈൽ ആക്സസറീസ് ആയാലും എല്ലാം തന്നെ വളരെ വിലക്കുറവ് കിട്ടുന്നൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ വെള്ളിയാഴ്ച മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ ഇന്ന് വെള്ളിയാഴ്ച അല്ല, നമുക്ക് ഓരോ ഷോപ്പിൽ ചെന്നാണ്ട് അവിടുത്തെ മൊബൈലിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. പല മൊബൈൽസും അവിടെ വളരെ വിലക്കുറവിലാണ് കിട്ടില്ല. നമുക്ക് നേരെ ആ മാർക്കറ്റിലേക്ക് എടുക്കാം. ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്, തിരൂർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ മാർക്കറ്റിലേക്ക് ചെന്നാണ്ട് നമുക്ക് ഇലക്ട്രോണിക്സുകളായാലും മറ്റ് മൊബൈൽസിൻ്റെ ആയാലും എല്ലാം തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് തിരൂർ മാർക്കറ്റിൽ പോയി അവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാം. തിരൂർ മാർക്കറ്റിലുള്ള K1 പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടെന്ന് കാണാൻ പോകുന്നത്. ഇവിടുത്തെ കുറച്ച് മൊബൈലിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിട്ട് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുണ്ട്, ഐഫോൺ ഉണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം റേറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പം കുറഞ്ഞ റേറ്റ് ഇപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? ഏകദേശം 3000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 5G മൊബൈൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 7000 രൂപ മുതൽ അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? വേണ്ടില്ലേ? ഇതിപ്പം സ്റ്റാർട്ടിംഗ് റേഞ്ച് പറഞ്ഞ ഇപ്പോൾ ഏതാണ് നമുക്ക് നോക്കുന്നത്? ഇതൊക്കെ ഗ്ലാസ് പൊട്ടിയ ടൈപ്പാണ്. റേറ്റും കുറവാണ്. 200-300 റുപ്യക്ക് ആ റേഞ്ചിലൊക്കെ നമുക്ക് 4 GB റാമൊക്കെ ഉള്ള ഫോണാണ്. ഇതിപ്പോൾ 4GB അല്ലേ? 4 GB റാമുള്ള കുറഞ്ഞ ടൈപ്പിലൊക്കെയാണെങ്കിൽ ഇത് ഇതൊക്കെ എത്ര ആവശ്യത്തിന് തന്നെ? 400 300-500 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് റെഡ്മിൻ്റെ സെറ്റ് ഇപ്പോൾ 4 സംതിങ് 3500 ആ റേഞ്ചിലൊക്കെ ആയിട്ട് വരുന്നുണ്ടോ? എല്ലാ വർക്കിംഗ് കണ്ടീഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വർക്കിംഗ് കണ്ടീഷന് കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റാണ് കേട്ടോ. ഇതിന് 5Gയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി 5Gയിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളൂ. ഈ 5Gൻ്റെ സെറ്റിന് ഇപ്പോൾ എത്ര പറഞ്ഞേ? ഒരു 7 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ 7000 രൂപ സ്റ്റാർട്ടിങ് ഒരു മോഡലുണ്ട്. ഓപ്പോ F90 Pro Plus 5G ആണ്. 8 GB റാമും 128 സ്റ്റോറേജ്. അപ്പോൾ ഇവരെ കോൺടാക്റ്റുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്, അത് നോക്കി വിളിച്ചാൽ മതി. ഇതിനെത്ര റേറ്റ് ആണ് ഇപ്പോൾ? 10,800 അല്ലേ? ഓപ്പോൻ്റെ 5G സെറ്റിനാണ് പറഞ്ഞപ്പോൾ 10,500. നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ കൊടുക്കുമല്ലേ കേട്ടോ. ഇനി നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ നാർസോ അങ്ങനെ വന്നിട്ടുണ്ട്. 24 9 സംതിങ് അത്ര വരുന്നുള്ളൂ. 5G സെറ്റാണ് പറഞ്ഞ 9 സംതിങ്ങിന് കിട്ടുന്നത്. LED ഡിസ്പ്ലേ. ഇത് റിയൽമിൻ്റെ ഇവിടെ കാണുന്നതോ? 7 രൂപ ആ റേഞ്ചിലാണ് വരുന്ന സെറ്റാണല്ലേ? 4G സെറ്റാണ്. അപ്പോൾ 5G അല്ല, അതായത് 7 രൂപ അത്ര വരുന്നുള്ളൂ. നമ്മളെ ഈ ഓപ്പോ അങ്ങനെ പുതിയ മോഡലാണോ? ഓപ്പോ A54 എന്ന് പറഞ്ഞ മോഡലാണ്. ഓപ്പോ A54 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 5G ആണ്. അപ്പോൾ ഇത് 4G ആണല്ലേ? എത്ര റാമും ഇതൊക്കെ ഉണ്ട്? 6 GB റാമുണ്ടാവും. ഈ പോക്കോ അങ്ങനെ ഏതാണ്? പോക്കോ ഇതൊരു 600-7 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 600-7 രൂപക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ നാർസോ ഉണ്ട്, റിയൽമി, പോക്കോൺ, സാംസങ്. ഈ 5G ആണ്. അതായത് 8 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് സാംസങ്ങിന് 5G സെറ്റിന് ഏകദേശം 8000 രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ. ഇവിടെ കാണുന്ന ഈ സാംസങ് ഈ സാംസങ് അങ്ങനെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കൊരു 7 രൂപ റേഞ്ചിലേക്ക് നമ്മൾ കൊടുക്കാം. 8 രൂപ റേഞ്ചിലേക്ക് നമ്മൾ കൊടുക്കാം. 8 രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റുന്ന സാംസങ് ആണല്ലോ ഇപ്പോൾ ഈ കാണുന്നത്. ഇതിപ്പോൾ എത്ര? ഇതൊക്കെയാണെങ്കിൽ ഒരു 10 രൂപ 10,000 രൂപക്കല്ലേ? ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു 10,000 രൂപ റേഞ്ചിലേക്ക് കൊടുക്കാം.
16,000 രൂപ റേഞ്ചിൽ കാര്യങ്ങളൊന്നുമില്ല. ഇതാട്ടോ. ഇതാണ് ഇപ്പോൾ 10,000 റുപ്യേൻ്റെ സെറ്റ് പറഞ്ഞത്. ഗ്രീൻകാർഡാണ്, വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ കാണുന്ന ഐഫോൺ ഇപ്പോൾ എങ്ങനെ വന്നിട്ടുള്ളത്? ഇത് ഐഫോണാണ് 6+ ആയി കംപ്ലൈൻ്റ് ആണ്. അത് ബോർഡിന് വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കും. ബോർഡിന് വരുന്ന ആൾക്കാർക്കുള്ളതാണ്. ആ കംപ്ലൈൻറ്റ് ഡിസ്പ്ലേ പോയതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മുകളിൽ തന്നെ സാംസങ്ങിൻ്റെ ഒരുപാട് സെറ്റ് ഉണ്ട്. ഇവിടെ വരുന്ന സാംസങ്ങിൻ്റെ സെറ്റൊക്കെ ഏകദേശം റേറ്റ് ബഡ്ജറ്റ് കുറവുള്ള ഫോണാണ്. ബഡ്ജറ്റ് കുറവല്ലേ? ഈ LGൻ്റെ സെറ്റ് അത് വർക്കിംഗ് ആണോ? LG വർക്കിംഗ് അല്ല. അത് വർക്കിംഗ് അല്ലല്ലേ? ബോർഡിന് വരുന്ന ആൾക്കാർക്കുള്ള വേണ്ടി വെച്ചാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കമ്പനിയുടെ സെറ്റും വന്നിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ കുറവാണ്. ഇതിപ്പോൾ നമ്മളെ സ്റ്റാൻഡിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ K1 പറഞ്ഞ ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ താട്ട് നമ്മൾ K1 തന്നെ മറ്റൊരു ഷോപ്പിലേക്ക് എത്തിക്കാണ്ടോ. ഇതിൻ്റെ ഈ ഷോപ്പിൻ്റെ പേര് പറഞ്ഞാൽ ന്യൂ K1 എന്നാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം മൊബൈൽസും കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചോദിച്ചേക്കാം. നല്ല നല്ല അടിപൊളി കണ്ടീഷൻ പീസ് ഉണ്ട്. ഫോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ആൻഡ്രോയിഡൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ആൻഡ്രോയിഡ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 3,000-3,500 മുതലാണ് സ്റ്റാർട്ടിങ്. 3,000-3,800 മുതൽ ആൻഡ്രോയിഡ് ഫോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി 5G ഫോണുകളുണ്ട്, 4G ഫോണുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനിപ്പോൾ എത്ര? എഡ്ജിൽ 11 Pro Plus 11 Pro Plus റിയൽമിയിലെ 12 GB RAM 256. ഇതിനിപ്പോൾ ഏകദേശം എത്ര റേറ്റ് ചെയ്യുന്നത്? ഇതിനൊരു 17 സംതിങ് റേറ്റ്. ഒരു 4-5 മാസം വാറണ്ടി ഉണ്ടാവും. ഒറിജിനൽ ചാർജർ ഉണ്ടാവും. ഒറിജിനൽ ചാർജർ 4-5 മാസത്തെ വാറണ്ടി എല്ലാം ഉണ്ട്. ഇതൊക്കെ ഷോറൂം വരെയുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എവിടേക്കാണെങ്കിലും അയച്ചു തരാനുള്ള സൗകര്യമൊക്കെ പോലും ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം വിവോ T3 എന്ന് പറഞ്ഞ ഫോൺ 2 മാസമായിട്ടുള്ളൂ ഇറക്കി. 2 മാസം 10 മാസം വാറണ്ടി ഉള്ളതാണ്. ഇതിനിപ്പോൾ റേറ്റ് തന്നെ റേറ്റ് വരുന്നത് 14,500. ഇത് 22 റുപ്യൻ്റെ വാറണ്ടി പീസാണല്ലേ? ഇതിന് 21,900 വരും. ഇതെത്ര റാം കാര്യങ്ങൾ? അത് 8 GB RAM 128 ഒരു മിനിറ്റ്. റാം വരുന്നത് 8 GB RAM 286 ആണെന്ന് നോക്കാം. 8 GB RAM 128. പിന്നെ വരുന്നതോ ആൻഡ്രോയിഡിൽ? പിന്നെ ആൻഡ്രോയിഡിൽ വരുന്നത് Redmi 30 എന്ന് പറഞ്ഞ മോഡലുണ്ട്. ന്യൂ മോഡൽ Note 30. Note 30. ഇതിപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത്? അത് 286 GB സ്റ്റോറേജ് ആണ്. ഇതും ഇതേമാതിരി 10 മാസം 8 മാസമൊക്കെ വാറണ്ടി ഉള്ള 10 മാസം 8 മാസം വാറണ്ടി ഉണ്ടാവും. റെഡ്മി Note 30 അല്ലേ? 256 GB. പിന്നെ അതേമാതിരി Note 12 Pro 256 GB. 256 GB. അടുത്ത മോഡലോ? പിന്നെ വരുന്നത് നമുക്ക് വിവോൻ്റെ 12 GB RAM 286 ഉണ്ട്. ഇത് വിവോ 12 GB RAM 286. 12 GB RAM 266. വിവോൻ്റെ ഇതിന് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ചെക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ കടൻ്റെ പേരിലുള്ള ഗ്യാരണ്ടി പോകും. ചെക്കിംഗ് വാറണ്ടി കടൻ്റെ പേരുണ്ട്. അതിപ്പോൾ എത്ര ദിവസം? അത് ഒരു മാസം 2 മാസമൊക്കെ കൊടുക്കും. നിലത്ത് വീണ് പൊട്ടാത്ത ഗ്യാരണ്ടി. നിലത്ത് വീണ് പൊട്ടാൻ പാടില്ല. ബാക്കിയെല്ലാം അതിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട്. ബാക്കിയുള്ളതില്ലേ? പിന്നെ വരുന്നത് ഗൂഗിൾ പിക്സൽ വരുന്നുണ്ട്. ഗൂഗിൾ പിക്സൽ 6 വരുന്നുണ്ട്. ഗൂഗിൾ പിക്സൽ. ഇതിനിപ്പോൾ ഏകദേശം എത്ര റേറ്റ്? ഇതിന് നമുക്ക് ഏകദേശം ഒരു 20,500 കൊടുക്കാം. 20,500 ഈ ഗൂഗിൾ പിക്സലിൻ്റെ 20,500. 20,500. ഇനി അതിൽ 6A വരുന്നുണ്ട്. അത് നമുക്കൊരു 15-16 ആ റേഞ്ചിൽ കൊടുക്കാം. 6 15-16 ആ റേഞ്ചിലല്ലേ? ഈ മോഡലാണെങ്കിൽ നമുക്ക് 5Gയിൽ 7,500 രൂപ വരുന്ന ഏറ്റവും കുറഞ്ഞ മോഡലാണ്. 5G മോഡൽ 7,000. 5G ഫോണിന് വെറും 7,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 5Gയിൽ. പിന്നെ വരുന്നത് ബോക്സ് കാര്യങ്ങൾ. പിന്നെ ഇങ്ങനത്തെ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ആണെങ്കിൽ 4 രൂപ മുതൽ LED ഡിസ്പ്ലേ ഫിംഗർ വരുന്ന സാധനങ്ങളാണ്. ഡിസ്പ്ലേ ഫിംഗർ അല്ലേ? LED ഡിസ്പ്ലേ വെറും 4,000 രൂപ റേറ്റ് വരുന്നത്. വെറും 4,000 രൂപ അല്ലേ? പിന്നെ അതാണ്. പിന്നെ കീപാഡിൽ 4G തന്നെ. വേറെ 2,000 ജിയോൻ്റെ സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റണം. നോക്കിയൻ്റെ സെറ്റാണല്ലോ ഇപ്പോൾ തന്നിട്ടുള്ളത്. ഒറിജിനൽ 1 ഇയർ വാറണ്ടി പീസ്. പിന്നെ ഇവിടെ നമ്മൾ എടുത്ത ഇത് വരുന്നത് iPhone XR 256 GB. 256 GB. ഒരുവിധം എല്ലായിടത്തും 128 ആവും. ഇത് 256 GB. 128ൻ്റെ വർക്ക്. ഇത് തന്നെ XS ആണല്ലോ. iPhone XS 256. 256. റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഐഫോൺ നമുക്ക് അത്യാവശ്യം തന്നെ റേറ്റ് സ്റ്റാർട്ടിങ് 15 രൂപ മുതലാണ്. 15 രൂപ മുതൽ.
അപ്ഡേഷൻ ഇല്ലാത്താണെങ്കിൽ നമുക്ക് 5000 6000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 2000 രൂപ കിട്ടും. 2000 രൂപൻ്റെ ഐഫോൺ ഐഫോൺ 6 ആണെങ്കിൽ 2000 രൂപ കിട്ടും. അതിപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ? 6 സ്റ്റോക്ക് ഔട്ടാണ്. സാധനം ഇനി വരാണ്ടില്ലേ? കഴിഞ്ഞതാണ്. ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ ഒരു സ്റ്റോക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത് നമ്മൾ എടുത്തു കൊടുക്കും. 7 ആണെങ്കിൽ 4000 5000 മുതൽ സ്റ്റാർട്ടിങ് 7. ഈ മോഡലൊക്കെയാണ് 6. ഇതിൻ്റെ ചെറുതാവും 6. നമുക്ക് ഫ്രഷ് ഫോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5G ഒരു 9500 മുതൽ ഫ്രഷ് ഫോൺ തന്നെ 9500 മുതൽ ഫ്രഷ് 5G നല്ല ബോസ് പീസ് കേട്ടോ. 6000 രൂപേൻ്റെ ഫോണാണെങ്കിൽ 4G 6000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് വരും. ഒറിജിനലാണെങ്കിൽ 6000 രൂപയ്ക്ക് 4G സ്റ്റാർട്ടിങ്. റിയൽമിൻ്റെ വേറെ തന്നെ റിയൽമിൻ്റെ എഡ്ജിന് ഇത് എത്ര വരുന്നത്? 10 Pro നല്ല മോഡൽ 14 രൂപ മുതൽ 14000 രൂപ. ഇത് 5G ആണ്. അപ്പോൾ 5G ആണ്. 5G ആണല്ലേ? ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ എത്ര? ഇതിന് ക്യാമറ 108 മെഗാ പിക്സലാണ്. 11 Pro Plus ആണെങ്കിൽ 200 മെഗാ പിക്സലാണ് ക്യാമറ. 200 ക്യാമറ. ഇത് 10 Pro Plus, ഇത് 11 Pro Plus. ഇത് 11 Pro Plus ആണ്. ഇത് 10 Pro Plus ആണ്. രണ്ടും 8 തന്നെയാണ് വരുന്നത്. ഇത് 8GB RAM 128 ആണ് വരുന്നത്. ഇത് 12GB RAM 256 ആണ്. ഇനിയുള്ള വേണ്ടി അടുത്തത് ഇതിൻ്റെ ഡിസ്പ്ലേ ഫിംഗർ GT Master എന്ന് പറഞ്ഞ മോഡൽ ഗെയിമിങ്ങിൻ്റെ പർപ്പസുള്ളതാണ്. ഗെയിമിങ്ങിൻ്റെ ഇതിനിപ്പോൾ എത്ര റേറ്റ് ആണ്? GT Master റേറ്റ് 11,800 വരും. 11,800 അല്ലേ? ഐക്യൂൻ്റെ നിയോ ഇതൊക്കെ പുതിയ പുതിയ ഗെയിമിംഗ് മോഡലാണ്. ഐക്യൂ നിയോ 6 വെറും 15,000 രൂപ. 15,000 രൂപ. ഐക്യൂ നിയോ 6. പിന്നെ വരുന്നത് OnePlus ഐക്യൂൻ്റെ Z7 ഒക്കെ വെറും 10 സംതിങ് 11 രൂപ റേഞ്ചിൽ വരുന്ന സാധനം. ഐക്യൂ Z7. വിവോൻ്റെ ഉണ്ട്, Y100 ഉണ്ട്, Y200 ഉണ്ട്, ഒരുപാട് മോഡലുകളുണ്ട്. ഇവിടെ ഈ ഏറ്റവും അറ്റത്ത് എടുക്കുന്ന മോഡൽ, ഈ അറ്റത്ത് കൊടുക്കുന്ന മോഡൽ 10 രൂപ 10,800 മുതൽ 10,800 മുതലല്ലേ? അതിൻ്റെ കുറഞ്ഞ മോഡൽ 9,500. അതിന് തന്നെ കുറഞ്ഞ മോഡൽ 9,500 അല്ലേ? ഞങ്ങളുടെ സ്റ്റോറേജിന് മാറ്റാണോ? 8GB RAM 128 എന്നിട്ട് കോഹിനൂർ മാളിനുള്ളിലുള്ള സഫ മൊബൈൽസ് പറഞ്ഞൊരു ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പിലത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ സർവീസ് കാര്യങ്ങളുണ്ട്, അതേമാതിരി ധാരാളം യൂസ്ഡ് ഫോൺസ് എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ മൊബൈലിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെ? ആൻഡ്രോയിഡ് ആണെങ്കിൽ 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് ആണ് ഇപ്പോൾ 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ ഐഫോണ് കാര്യങ്ങളൊക്കെ? ഐഫോൺ 3000 3500 3500 അതിനോട് ഉണ്ട്. പിന്നെ നിങ്ങളെ ഏതിപ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള ഫോണൊന്ന് കാണിച്ചു തരാൻ പറ്റും? എത്ര ആൻഡ്രോയിഡിൽ? ഇതൊക്കെ 2000 രൂപ. വിവോൻ്റെ ഈ സെറ്റൊക്കെ 2000 രൂപ അല്ലേ? ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? അല്ല ഇതിന് ചെക്കിങ് വാറൻറ്റി കൊടുക്കില്ല നിങ്ങൾ ഇവിടുന്ന്? സർവീസ് 5000 രൂപ മുകളിൽ ചെക്കിങ് വാറൻറ്റി കൊടുക്കും. മറ്റേത് ഇവിടുന്ന് ചെക്ക് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ചെക്കിങ് വാറൻറ്റി ഉണ്ടാവില്ലല്ലേ? 2000 രൂപേൻ്റെ ചെക്കിങ് വാറൻറ്റി ഉണ്ട്. 5000 മുകളിൽ അത് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ 2000 വേറെ ഇല്ലെങ്കിൽ അപ്പോൾ അവർക്ക് ഇഷ്ടം 5000 മുകളിലുള്ളതിന് ചെക്കിങ് വാറൻറ്റി ഉണ്ടല്ലേ? മറ്റേതൊക്കെ ഇവിടുന്ന് ചെക്ക് ചെയ്ത് പോവുക. 2000 2500 ഇവിടുന്ന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം 2-3 മണിക്കൂർ. 5G സെറ്റ് ചെയ്തല്ലേ? കുറച്ചും കൂടി സെറ്റൊക്കെ ഒരു 8-9 8-9 ആ റേഞ്ചിൽ വരില്ലേ? ഇവിടെ കണ്ട് നാർസോന് ഓപ്പൊക്കെ ഏകദേശം എത്ര റേറ്റ് ഉണ്ട്? ഏത് ഇവിടെ കണ്ട നാർസോ ഇതൊക്കെ ആണെങ്കിൽ 8 രൂപ വരും. 8,000 രൂപ അല്ലേ? ഇതൊക്കെ ആണെങ്കിൽ 7 രൂപ. ഈ OnePlus ഇതൊക്കെ ആണെങ്കിൽ 20 രൂപ. 20 രൂപ.